ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദക്ഷിണ ധ്രുവം. നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, മൈ ലൈഫ് സ്റ്റൈലിനാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇതൊരു ഈവനിങ് വ്ലോഗായിട്ടാണ്. വൈകുന്നേരം കുട്ടികൾ വന്നു കഴിഞ്ഞ് ഒരു 4 o'clock തൊട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈവനിങ് വ്ലോഗായിട്ട് ഞാൻ ഇടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വൈകുന്നേരം 8 വരാറായപ്പോഴത്തേനും ഞങ്ങൾ ചായ ഇടാമെന്ന് വെച്ചു. ചോറ് കുറച്ച് ഇരിപ്പുള്ളായിരുന്നു, അപ്പോൾ കുറച്ച് ചോറ് കൂടി ഇടാം. വൈകിട്ടല്ലേ വേറെ എന്തെങ്കിലും പൊടിയേറ്റ് എന്തെങ്കിലും വെക്കാമെന്ന് വെച്ചാലും കുട്ടികൾക്ക് മോൾക്ക് ചോറ് തന്നെ വേണം. അപ്പം എന്തായാലും എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് ചോറ് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് തിളച്ച റൈസ് കുക്കറിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ്. നല്ല വേവുള്ള അരിയാണ്. പിന്നെ ചായ ഇട്ടു. അവർക്ക് ഇന്ന് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരുപാട് പഠിക്കാനുണ്ട്. അവർ വരുമ്പോഴേ ഞാൻ അത്യാവശ്യ ജോലിയെല്ലാം തീർത്തിട്ടായിരിക്കുന്നത്. പിന്നെ ചെറിയ എന്തെങ്കിലും പരിപാടികളെ കാണത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒപ്പം ഇരുന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ അത് ഇരിക്കത്തില്ല, നന്നായിട്ടിരിക്കത്തില്ല. എന്തേലും സൗണ്ട് വെച്ചിട്ട് ശല്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായിട്ട് ഉഴപ്പും. അത് കാരണം ഞാൻ അടുത്ത് തന്നെ ഇരിക്കണം. അതിന് ഞാൻ നേരത്തെ എല്ലാ ജോലിയും തീർത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കറികളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് ഒരെണ്ണം മതി. ഞങ്ങൾ 2 പേരെ അങ്ങനെ കറി എടുക്കത്തുള്ളൂ. തോരൻ ഐറ്റം എല്ലാം പച്ചക്കറി വെജിറ്റബിൾ ഐറ്റംസേ ഇവിടുത്തെ 2 കഴിക്കത്തില്ല. കുഞ്ഞിനാണ് ചിക്കൻ, ദക്ഷിണയ്ക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മതി. അപ്പോൾ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഒരു ബീറ്റ്റൂട്ട് തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് അതരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ 2 പേർക്കും വന്നിട്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം തീർത്ത് നേരത്തെ പഠിക്കാനിരിക്കണം. ഇന്നലെ അവർ വൈകി ഉറങ്ങിയാണ്. രാവിലെ ഇന്ന് ഫസ്റ്റ് ദിവസം ക്ലാസ്സായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ കുറേ വൈകി. ഞാൻ പിന്നെ 2 പേരെയും ദക്ഷിണ വെളുപ്പിന് എഴുന്നേറ്റു. മറ്റേ ആൾ ഒരുപാട് വിളിക്കേണ്ടി വന്നു. അത് കാരണം ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം, എന്നാലേ രാവിലെ നേരത്തെ എഴുന്നേൽക്കത്തുള്ളൂ. അതുകൊണ്ട് പഠിക്കാനുള്ളതെല്ലാം പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഒരു അടുക്കും ചിട്ടയോടെ പോട്ടെന്ന് വെച്ചിട്ട് നേരത്തെ തീർക്കണം. പഠിച്ച് അത്രയും സബ്ജക്റ്റ് ഇല്ലേ, എല്ലാം ഒന്ന് ഓടിച്ചാണെങ്കിലും നോക്കണ്ടേ. അപ്പം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ച് ഓരോരുത്തർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. മോള് കുളിക്കാൻ കയറി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ധ്രുവ് വന്ന ഉടനെ ഫോൺ എടുത്തൊരു ഗെയിം ഇത്രയും നേരം അവർക്ക് കുളിച്ചിട്ടിടാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണ അവിടെ കുളിച്ചിട്ട് വന്നിരുന്നു. ടി വി വെച്ച് കുറച്ച് നേരം കണ്ടിട്ടെന്ന് വെച്ചു. ഇത്രയും നേരം ക്ലാസ് കഴിഞ്ഞ് കളിക്കുന്നില്ല, കുറച്ച് സമയം ഇരുന്നോട്ടെന്ന് ഞാൻ വെച്ച്. പുറത്തങ്ങനെ കളിക്കുന്നില്ല. എന്നാണ് സ്വല്പം മഴയും കൂടി ഉണ്ടാകണം, പുറത്തങ്ങനെ വിടത്തില്ല. ഞാൻ ചായ അപ്പോൾ ഇട്ട് 2 പേർക്കും ചായ എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ട് വന്ന കുളി കഴിഞ്ഞ് ഫാനിൻ്റെ നേരെ അടുത്തിരുന്ന് ബുക്കും കൂടെ തുറന്നാൽ ഉറക്കം വരുമായിരിക്കും അവർക്ക്. അത് ഒരു പ്രത്യേകതരം അസുഖമാണ്. അത് കാരണം ഞാനെന്നാൽ ഫ്രഷായിട്ടൊരു ചായ കുടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഉറക്കം അങ്ങ് മാറിക്കോളൂല്ലോ എന്ന് വെച്ചിട്ട് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അവർ അത്യാവശ്യം 2-3 എഴുതാൻ കൊടുത്തിട്ട് ഞാനും എൻ്റെ കുറച്ച് കണക്കുകളും കുറച്ച് ഡയറിയിൽ എഴുതി വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാര്യം ഇപ്പോൾ ഓർത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് വന്നാൽ അവർ പഠിക്കില്ല. ആ സമയത്തിനൊന്ന് എഴുതി വെച്ചേക്കാമെന്ന് വെച്ച് പെട്ടെന്ന് എഴുതി റെഡിയാക്കുവാണ്. ഏട്ടൻ വരാറായി. ആ സമയത്ത് തന്നെ ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എൻ്റെ അടുത്ത് പറയാതെ ചെടിച്ചട്ടി വാങ്ങാൻ ഞങ്ങൾ പോകാനിരുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാതെ ഒരു 5 എണ്ണം ഇപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലുതാണ്. കുറച്ച് ചെടികളൊക്കെ ഇനി നാളെ സെറ്റ് ചെയ്യണം. ഏട്ടൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് വേറെ കുറച്ചെണ്ണം വാങ്ങാനായിട്ട്. ഞാനും പറഞ്ഞു വേറെ ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ട് കുറച്ചെണ്ണം ചെറുതൊക്കെ ഐറ്റംസേ കുറേ എണ്ണം വേണം. നമ്മളെന്നാൽ ഒന്നിച്ച് പോകാമെന്ന് വെച്ചാൽ ഇതിരിക്കട്ടെ, ഇത് പുറത്ത് വെക്കാം. കുറേ റോസും അങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ നാളെ പോയി വാങ്ങണം. ഇതിപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന് എൻ്റെ ഡയറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നും ലഡു ആയിട്ടിരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു സാധനം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്നും അത് വാങ്ങിച്ചിട്ട് ലഡു എപ്പോഴോ ഒന്നും ഞാൻ പറഞ്ഞു പോയി. ഇതിപ്പോൾ എന്നും വാങ്ങിച്ചിട്ട് വരിക. എണ്ണപ്പലഹാരമാണേലും. 2 പഠിക്കുന്ന സീനാണ്. ഞാനങ്ങോട്ട് മാറിയപ്പം എണ്ണ പഠിക്കുന്നതിനിടയ്ക്ക് വന്ന് ലഡു എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട്. ഞാനെന്നാൽ പെട്ടെന്ന് ഒരു തോരൻ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം വൈകി ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ അവർ വരുന്നതിന് മുമ്പേ വൈകിട്ടത്തേനുള്ള റെഡിയാക്കി വെക്കുന്നത്. അപ്പം ചോറല്ല വെക്കുന്നത്. എന്തെങ്കിലും ഇത്തിരി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇരുന്നുകൊണ്ടാണ് വൈകിപ്പോൾ പിന്നെ ചോറിടാൻ തീരുമാനിച്ചതാണ്. അപ്പം കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു, അതും ഒന്ന് ചൂടാക്കി. ബീറ്റ്റൂട്ട് തോരനും മോരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഭക്ഷണക്കാരെല്ലാം റെഡിയാക്കി
കുറച്ച് പാത്രങ്ങളെല്ലാം ബാക്കിയിരുന്നതെല്ലാം കഴുകി ഒതുക്കി വെക്കി. ഈ സമയത്ത് അവിടെ ഭയങ്കരമായ പഠിത്തം നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യമായിട്ട് പഠിക്കുന്നു. ടേബിളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ടാളും അത് അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കാതെ മുന്നോട്ട് പോയാൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് പഠിച്ചെടുക്കാൻ പറഞ്ഞ് രണ്ടാളെ ഇരുത്തിയേക്കുക. അപ്പോൾ അത്യാവശ്യമുള്ള കുറേ പ്ലേറ്റ് സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് നീറ്റാക്കി രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അടുക്കള നീറ്റായിട്ട് കിടന്നാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ അടുക്കള ഫുള്ള് നല്ല ക്ലീനാക്കി വെക്കും. അതിനുശേഷം ഒരു മറ്റെന്താ കുന്തിരിക്കോ അങ്ങനത്തെ ഒരു ഐറ്റം, കൊതുകും പോവും, നല്ലൊരു സ്മെല്ലുമാണ്. എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് രാവിലെ ഇങ്ങനെ എന്തെങ്കിലും സ്മെല്ലുള്ള സാമ്പ്രാണി അങ്ങനെ എന്തെങ്കിലും ഐറ്റം കത്തിച്ച് വെക്കണം. വൈകിട്ടും ഇങ്ങനെ എന്തെങ്കിലും വേണം. ഒരു പോസിറ്റീവ് വൈബാണ്. വീട് ഫുള്ള് നല്ലൊരു എനർജിയാണ്. എല്ലാവരും നല്ലൊരു മൂഡിലായിരിക്കും. പിന്നെ അത്യാവശ്യം കൊതുകും പോവും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ സാധനം ഞാൻ കോട്ടയത്തുനിന്ന് വാങ്ങിച്ചാണ് കഴിഞ്ഞൊരു ദിവസം. ഇത് നല്ലൊരു ഉപകാരം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ സാധനം. അപ്പം ഇത് ഞാൻ അവരുടെ അടുത്തടുത്ത് ഓടിപ്പോയി ഓരോന്ന് സംശയമുള്ളത് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കും. എന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് രണ്ടും പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഞാനും ഓക്കെയാണ്, അവരും ഓക്കെയാണ്. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും കുഴപ്പമാവും. പിന്നെന്താ പറയാനുള്ളത്, അപ്പം അന്നാ നേരത്തെ നമുക്കും കഴിച്ചേക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ചോറ് വെട്ടുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല. പിന്നെ വാരി കൊടുക്കണം. അപ്പം അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങളെടുത്തത്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, വീണ്ടും പഠിക്കാനിരുത്തി. അപ്പം ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കി അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി ഞങ്ങളും എന്നാൽ ഉറങ്ങാൻ പോകാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് റൂമിൽ ചെന്ന് ബെഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുട്ടികളെല്ലാം കിടന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.